ഓഗസ്റ്റ് 15-നാണ് ആ ഒരു സന്തോഷം ഇന്ത്യ മഹാരാജ്യത്തിന് കിട്ടിയത്. അത് വരുന്ന തലമുറകളായിട്ടുള്ള നിങ്ങളത് മനസ്സിലാക്കണം. സ്വാതന്ത്ര്യദിനം ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു എന്നുള്ളതിലുപരി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം ഇതിനു വേണ്ടി കഷ്ടപ്പെട്ടു, എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ള കാര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അതിനാണ് നമ്മൾ എഡ്യൂക്കേഷൻ. അതിൽ ഓരോ ചാപ്റ്റർ ഹിസ്റ്ററിയിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, അത് വിശദമായി അതിൽ പറയുന്നില്ല. അപ്പൊ അതിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. ഒരുപാട് കഷ്ടപ്പാടുകൾ, ആ കഷ്ടപ്പാടിലൂടെ കിട്ടിയത് കൊണ്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മൾ ഇന്ന് സന്തോഷത്തോടു കൂടി ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്നും ഈ ദിവസങ്ങളിൽ നമ്മൾ ഓർക്കണം, അതിനുവേണ്ടി സമയം മാറ്റിവെക്കണം. ഇങ്ങനെയുള്ള സന്തോഷ നിമിഷങ്ങൾ നിങ്ങൾ ആഘോഷിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ഒരു ആഘോഷമാണ്. അതൊരു യൂണിറ്റി ആയിട്ട് എല്ലാവരും ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ആഘോഷിക്കേണ്ടതാണ്. വേറൊരു ആളും വേറൊരു രാജ്യവും വേറൊരു സാമ്രാജ്യത്വ ശക്തികളും നമ്മളെ വന്ന് ഇനി അടിമകളാക്കി ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലോട്ട് പോകാതിരിക്കണമെങ്കിൽ ഈ സ്വാതന്ത്ര്യ ദിനം നമ്മൾ എല്ലാ വർഷവും സന്തോഷത്തോടുകൂടി ആഘോഷത്തോടുകൂടി എല്ലാ ജനതകളും ഒരുമിച്ച് നിന്നുകൊണ്ട് തന്നെ നടത്തേണ്ടതാണ്. അതെന്നും നിലനിന്ന് പോകേണ്ടതുമാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു.